ഹലോ, എല്ലാവർക്കും രുചി നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി എന്ന് നമുക്ക് പറയാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പൊടി. ഇതിൽ നമുക്ക് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് തന്നെയാണ്, ഉഴുന്നും പുഴുക്കലരി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 3 അല്ലി വെളുത്തുള്ളിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു തണ്ട് കറിവേപ്പില വേണമെന്നില്ല, ഒരു 2-3 4-5 കറിവേപ്പില ആയാലും കുഴപ്പമില്ല. ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം കടലപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് വറുത്തെടുക്കണം, കാരണം നമ്മളിത് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമ്മുടെ കടലപ്പരിപ്പ് എങ്ങനെയാണ് ആയി നമുക്കറിയാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയണത് കടലപ്പരിപ്പ് ചെറുതാവും, രണ്ടാമത്തത് അതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കടൽപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട് എന്ന്. നമ്മൾ എത്രത്തോളം വറുക്കുന്നു അത്രത്തോളം നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഈ കടലപ്പരിപ്പൊക്കെ നല്ല കട്ടിയുള്ള സാധനമല്ലേ, അതുകൊണ്ടാണ്. കണ്ടോ, ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് ഇത് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിനെ നമുക്ക് വറുക്കണം. അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് ഇളക്കുക. ഇനി ഉഴുന്നെടുക്കുമ്പോൾ നമുക്ക് തോലുള്ള ഉഴുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ തന്നെ പുഴുക്കലരിയാണ്. പുഴുക്കലരിയും ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി പുഴുക്കലരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴുക്കലരി നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷമാണ് എടുക്കേണ്ടത്. അതും ഇവിടെ 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുഴുക്കലരി. പുഴുക്കലരി എന്ന് പറയുന്നത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാട്ടോ. അറിയില്ല എങ്കിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ താഴത്ത് പറയുകയും ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഉഴുന്നായുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും പുഴുക്കലരിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇടേണ്ടത്. ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കായപ്പൊടിയും ആണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി തയ്യാറായിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. ഓക്കെ.